ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഉഭയകക്ഷി ചർച്ചകളും റഷ്യൻ യുദ്ധം സംബന്ധിച്ച നിലപാടുകളും നേതാക്കൾ പരസ്പരം പങ്കുവച്ചു. സാമ്പത്തിക രംഗത്തും അനുബന്ധ രംഗങ്ങളിലും ഇന്ത്യൻ ബ്രിട്ടൻ സഹകരണം ശക്തമാക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസിന്റെ. ഐസൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ബ്രിട്ടനുമായി ഒരു മികച്ച ബന്ധം നിലനിർത്തുന്ന അല്ലെങ്കിൽ തുടരുന്നതിന്റെ ഭാഗമായുള്ള നീക്കങ്ങളാണ് എസ് ജയശങ്കറിന്റെ സന്ദർശനത്തോടെ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, കെയർ സ്റ്റാർമറിന് മുന്നോടിയായി ആഭ്യന്തര സെക്രട്ടറി ജീറ്റ് കൂപ്പറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചകളിലെല്ലാം തന്നെ മുഖ്യമായും ഊന്നിയത് ഇന്ത്യയുമായുള്ള ബന്ധം, അത് വാണിജ്യ രംഗത്തും അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും മറ്റു വ്യാവസായിക സഹകരണ രംഗത്തും സുരക്ഷാ രംഗത്തും എല്ലാം തന്നെ ശക്തമായ സഹകരണം തുടരുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായുള്ള നടപടികളാണ് ചർച്ചയായത്. ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു ഉഭയകക്ഷി ചർച്ചകളിൽ പ്രാധാന്യത്തോടെ നോക്കിക്കണ്ട വിഷയങ്ങൾ ഇത് തന്നെയായിരുന്നു ഈ രണ്ട് നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലുണ്ടായത്. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ്, യുക്രൈൻ വിഷയത്തിൽ കാര്യമായ ഇടപെടൽ നടത്തുന്ന ഒരു രാജ്യം കൂടിയാണ് ബ്രിട്ടൻ. തീർച്ചയായും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ നിലപാടുകൾ യുക്രൈൻ വിഷയത്തിലുണ്ട്. യുക്രൈൻ ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങുന്നതിനെ മധ്യസ്ഥം വഹിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക്, അതിന്റെ പ്രാഥമികമായ വലിയൊരു ഘട്ടത്തിലേക്ക് വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ്, രണ്ട് രാഷ്ട്രങ്ങളും അദ്ദേഹം സന്ദർശിച്ച് ചെറിയൊരു ഇടവേളയിൽ ഈ ഒരു സാഹചര്യം കൂടി നിലനിർത്തുന്ന പശ്ചാത്തലത്തിൽ അടുത്ത ഘട്ടത്തിൽ, അതായത് യുക്രൈനിൽ ശാശ്വത സമാധാനം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഭാരതത്തിന്റെയും പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഇടപെടൽ ഏറെ പ്രധാനമാണ്. അത്തരം വിഷയങ്ങളിലേക്ക് കൂടി ചർച്ചകൾ നീണ്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച ഒരു റീഡ് ഔട്ടോ അല്ലെങ്കിൽ കൃത്യമായ വിശദീകരണം ഒന്നും തന്നെ രണ്ട് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ അല്പസമയത്തിനകം അത് സംബന്ധിച്ചുള്ള വിശദീകരണവും കൃത്യമായ ബോധ്യങ്ങളും നമുക്ക് ലഭ്യമാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ യുക്രൈൻ യുദ്ധം പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങളിൽ എസ് ജയശങ്കറുമായി ബ്രിട്ടീഷ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ചർച്ചയിൽ വിഷയമായിരിക്കുന്നു എന്നത് തീർച്ചയായും അത് ശാശ്വതമായി പരിഹരിക്കുന്നതിന് ഭാരതത്തിന്റെ മധ്യസ്ഥവും അല്ലെങ്കിൽ മധ്യസ്ഥത്തിന് സമാനമായ കാര്യമായ ഒരു ഇടപെടൽ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്.